എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഞാൻ സോണിച്ചനാണ്, സോണിച്ചൻ 40-ാം കളം. ഞാനിപ്പോ വീട്ടിലാണ് കേട്ടോ, എന്റെ വീട്ടിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അപ്പോ വീട്ടില് നമ്മളുടെ പണിയൊക്കെ നടക്കുകയാണ്. ഇതാ നമ്മുടെ മുറ്റത്ത് മണ്ണിറക്കിയത്, പറമ്പിലൊക്കെ ഇറക്കിയത് വന്ന് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. മുറ്റവും പറമ്പും ഒക്കെ കണ്ടില്ലേ, മണ്ണൊക്കെ ഇടുന്നതാണ്. അപ്പോ അതൊന്ന് ലൈവ് കാണിക്കാം എന്ന് വിചാരിച്ചു. എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കുന്നെന്ന് വിചാരിക്കുന്നത്. ഇത് നമ്മുടെ ഗോപിച്ചേട്ടനാണ് കേട്ടോ. നമ്മുടെ പണിയൊക്കെ നമ്മുടെ വലങ്കൈയാണ്, വലങ്കൈ നമ്മുടെ എല്ലാ പണിക്കുമൊക്കെ നിൽക്കുന്ന നമ്മുടെ ഗോപിച്ചേട്ടനാണ്. ഗോപിച്ചേട്ടനെ കണ്ടോ, ഗോപിച്ചേട്ടനൊരു ഹായ് ഒക്കെ കൊടുത്തേ കേട്ടോ. ഗോപിച്ചേട്ടനാ കേട്ടോ, നമ്മുടെ വീടിന് അടുത്താണ് ഗോപിച്ചേട്ടൻ കേട്ടോ. അപ്പൊ ഗോപിച്ചേട്ടനൊക്കെ നമ്മുടെ പണി ചെയ്യണം. അപ്പൊ നമ്മുടെ മെഷീൻ ഇത് കണ്ടോ, ഇതുകൊണ്ട് മണ്ണ് വാരുമൊക്കെയാണ്. അപ്പൊ നിരത്തുകയാണ്. ഇത് കണ്ടില്ലേ, വീടിന്റെ മുറ്റവും പറമ്പും ഒക്കെ നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ലൈവൊക്കെ കാണുന്ന എല്ലാവരും തന്നെ കഴിവതും നമ്മുടെ ലൈവ് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇതിലൊന്നും ഒരു പിശുക്ക് കാണിക്കല്ലേ കേട്ടോ. പിന്നെ എല്ലാവരും വളരെ സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നെന്താണോ പൊതുവെ നല്ല ചൂടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കൊക്കെ ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് ആലപ്പുഴ കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ പെരും ചൂടായിരുന്നു. അയ്യോ, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ചായ അപ്പോ അങ്ങനെ നിൽക്കുന്നു. പിന്നെ പണികളും കാര്യങ്ങളും ഒക്കെ നടക്കണം. അപ്പൊ നമ്മുടെ പണിക്കാരോട് ഇടയ്ക്ക് ഞാൻ സംസാരിച്ചപ്പോ അതാണ് ശ്രദ്ധ ഒന്ന് മാറിപ്പോയത് കേട്ടോ. പണിക്കാരൊക്കെ ഇവിടെ ഉണ്ട്, പറമ്പില് ഒരുപാട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, അവരല്ല ഈ മെഷീനെ ഇടുന്ന കൂടാതെ പണിക്കാർ വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ എന്താ പണികളൊക്കെ ഇങ്ങനെ അമ്മച്ചിയാണ് നിൽക്കുന്നത് കണ്ടോ. അമ്മച്ചി ഇത് രമേശനാണ് കേട്ടോ, രമേശനാണത്. പിന്നെ ഗോപിച്ചേട്ടനെ ഞാൻ കാണിച്ചില്ലേ, അത് നമ്മുടെ പണിക്കുള്ള മണ്ണ് കൊണ്ട് ഇടാൻ പോകുന്നതാണ്, നിരത്താൻ പോവുകയാണ് കണ്ടോ. അപ്പോ ലൈവിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ലൈവിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അതിയായ സന്തോഷം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനുമൊക്കെ ഒരുപാട് നന്ദി. നിങ്ങളോട് എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. കാരണം ഞാൻ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ടും സഹകരണം കൊണ്ടാണ്. യാതൊരു പ്രതിഫല ഏച്ചോ കൂടാതെ, അതായത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിൽക്കുന്നു. അതിനൊക്കെ ഒരുപാട് നന്ദി. സുനിൽകുമാർ വന്നിട്ടുണ്ട്, ഖാലിദ് മുഹമ്മദ് വന്നിട്ടുണ്ട്. എല്ലാവരും ലൈവില് തുടരുക കേട്ടോ. ഈ കാണുന്ന നിമിഷത്തിൽ തന്നെ നമ്മുടെ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസ്ബുക്കിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞാൽ നല്ലതാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ മെസ്സേജ് ഇടുമ്പോൾ നമ്മുടെ ഇത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യാൻ പറയാം കേട്ടോ, സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും പേജ് സോണിച്ചൻ ആന്റണി എന്നാണ് കേട്ടോ. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, സോണിച്ചൻ ആന്റണി, അതൊന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ എല്ലാ വീഡിയോയും കഴിവതും ഒക്കെ ഒന്ന് കാണാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ലൈക്കും കമന്റും ഒക്കെ തരാനായിട്ട് ഒരു പിശുക്കും കാണിക്കരുത്. നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ എന്നെയും ചേർത്ത് പിടിക്കണം. പിന്നെ നിങ്ങളുടെ ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയൊക്കെ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് എന്നെയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. കാരണം ഒരുപാട് ദൈവത്തിന്റെ അനുഗ്രഹവും സഹായവും ഒക്കെ എന്റെ ജീവിതത്തിലേക്ക് ദൈവം സമൃദ്ധമായി ചൊരിയുന്നുണ്ട്. പിന്നെ മറ്റുള്ള ആളുകൾ ഒക്കെ, ഞാൻ എല്ലാവരോടും വളരെ സൗമ്യമായി ഒക്കെ പെരുമാറാനൊക്കെ ശ്രമിക്കുന്ന ആളാണ്. ഇപ്പോൾ അസൂയ ഉള്ളവരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പോലും ഞാൻ ഒരിക്കലും അവരോടൊന്നും അങ്ങനെ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. എന്റെ ജീവിതത്തിലേക്കൊക്കെ എന്റെ അടുക്കൽ ഇഷ്ടക്കേട് കാണിച്ച ആൾക്കാരോട് പോലും ഞാൻ വളരെ സൗമ്യമായിട്ട് ശാന്തമായിട്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാനെല്ലാം കാലത്തിന് വിട്ടുകൊടുക്കുന്ന ആളാണ്. എന്നും പറഞ്ഞ് നമ്മുടെ തലേ കയറി വന്നാൽ ഞാൻ അതിനുള്ള പ്രതിവിധി നോക്കും. അല്ലാതെ നോർമൽ രീതിയിൽ വന്നു കഴിഞ്ഞാലും ഞാനത് പുറത്തു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്. പിന്നെ കാലമെല്ലാം തെളിയിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ആദ്യമൊക്കെ ഞാൻ എങ്ങനെ പ്രതികരിക്കാൻ പോകില്ലായിരുന്നു, ഒട്ടും പ്രതികരിക്കാൻ പോകില്ലായിരുന്നു. അപ്പോൾ ചിലര് നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ നമ്മളെന്തോ അവനെ കണ്ട് ഇതായതുകൊണ്ടാണെന്നൊക്കെ. പക്ഷെ അതല്ല, അങ്ങനെ പ്രതികരിക്കാൻ വന്നവരോട് തിരിച്ചും അതേ നാണയത്തിലൊക്കെ ഞാൻ ന്യായമുള്ള കാര്യത്തിന്, അനാവശ്യമായിട്ടല്ല, നല്ല ന്യായമുള്ള കാര്യത്തിന്, നീതിയുള്ള കാര്യത്തിന് വേണ്ടി പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാതെ ആരുടെയും മെക്കിട്ട് കയറാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും പോകുന്ന ഒരു വ്യക്തിയേ അല്ല ഞാൻ. പിന്നെ അനീതിയായിട്ട് പ്രവർത്തിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാനത് നീതിയുടെ ഭാഗം ഞാൻ തേടും.
അത്രേ ഉള്ളൂ. അല്ലാതെ ഒരാളെ വേദനിപ്പിക്കണമെന്നോ ഒരാളെ ദുഃഖം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ മാർഗതടസ്സം ഉണ്ടാക്കണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനെ ജീവിതത്തിൽ ഇനി എന്നെ ഉപദ്രവിക്കാൻ വരുന്ന ആൾക്കാരോട് പോലും ഞാൻ കഴിവതും ഞാൻ എങ്ങനെയും കുറച്ച് ശാന്തമായിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കുന്ന ഒരാളാണ്. നിവൃത്തികേട് വന്നാൽ മാത്രമേ ഞാൻ അതിനുള്ള മാർഗം നോക്കുള്ളൂ. പിന്നെ നമുക്ക് എപ്പോഴും ശത്രുക്കൾ, അതായത് എതിരാളികൾ വരുന്ന എപ്പോഴും നല്ലതാണ്. കാരണം നമുക്കിപ്പോൾ ഒരു കാര്യം, ഉദാഹരണത്തിന് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വിചാരിച്ചാൽ നമുക്കൊരു എതിരൊരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു 10 എണ്ണം ചെയ്യാനുള്ള ആവേശം, എൻ്റെ കാര്യം പറയുന്നത്, നമുക്കൊരു ആവേശം തോന്നും. പിന്നെ അത് ചെയ്യണം. അപ്പം നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മളിലുണ്ടാവും. ഇത് നമ്മുടെ രമേശനാണ് പോകുന്നത് കേട്ടോ. രമേശൻ കണ്ടോ, നമ്മുടെ രമേശനാണ് പോകുന്നത് കണ്ടോ. അപ്പോൾ പണിയൊക്കെ നടക്കുന്നു. രമേശനും അതുപോലെ ഗോപിച്ചേട്ടനും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് അച്ചാച്ചി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അച്ചാച്ചിയാണത് കണ്ടോ. അച്ചാച്ചി പണിയൊക്കെ വരുന്ന സമയത്ത് അച്ചാച്ചി ഇങ്ങനെ നമ്മൾ വണ്ടിയുണ്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാലും അച്ചാച്ചി പൊതുക്കെ നോക്കി ഒക്കെ ഇറങ്ങി വരും. അപ്പം ഞാൻ എപ്പോഴും നോക്കി നിൽക്കും. കാരണം അച്ചാച്ചി എങ്ങാനും വണ്ടി എങ്ങാനും ശ്രദ്ധിച്ചില്ലെങ്കിലേ നമ്മൾ ചിലപ്പം ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ അച്ചാച്ചി ചിലപ്പോൾ വണ്ടിയുടെ പുറകിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അറിയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കണ്ണെപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതേതാണ് ജോഷി വർഗീസ്. ഹായ് ജോഷി വർഗീസ്. സണ്ണി ഹായ് സണ്ണി ജോഷി വർഗീസ്. പിന്നെ സുധാകരൻ, ഹായ് സുധാകരൻ. അപ്പോൾ സുധാകരനൊക്കെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ നന്ദി. ജോഷി സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി. സണ്ണി സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നമ്മളെ ഈ സമയം നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. കാണുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അപ്പോൾ ഇവിടെ പണികളൊക്കെ നമ്മുടെ ഇങ്ങനെ പുരോഗമിക്കും. അമ്മച്ചിയാണ് നിൽക്കുന്നത് കേട്ടോ. എൻ്റെ അമ്മച്ചിയാണ് നിൽക്കുന്നത്. കാണാവോ? കണ്ടോ, ആ നിൽക്കുന്നത് എൻ്റെ അമ്മച്ചിയാണേ. അമ്മച്ചിയൊക്കെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ മണ്ണൊക്കെ ഇടുന്ന കണ്ട് നോക്കി നിൽക്കുകയാണ്. അമ്മച്ചിയൊക്കെ എൻ്റെ എല്ലാം ആണ് കേട്ടോ. എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് അമ്മച്ചി. അച്ചാച്ചിയൊക്കെ അച്ചാച്ചി കണ്ടോ, എൻ്റെ പുറയിൽ അച്ചാച്ചി വന്ന് നിൽപ്പുണ്ട് കണ്ടോ. അച്ചാച്ചിയൊക്കെ ഈ പണിക്കാരൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അച്ചാച്ചിയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും. ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എന്നാ വെച്ചാൽ വണ്ടിയുടെ പുറകിലൊക്കെ പോയി, അച്ചാച്ചിക്ക് പ്രായമല്ലേ, ശ്രദ്ധിച്ചൊന്നും വരത്തില്ല. നമ്മളൊരു ശ്രദ്ധയൊക്കെ കൊടുക്കണം. അച്ചാച്ചിയോട് പറഞ്ഞാലും അച്ചാച്ചി വന്ന് നോക്കി നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ പോലും അച്ചാച്ചി വന്ന് നോക്കി നിൽക്കും. പിന്നെ ഇത് കണ്ടോ, ഇവിടെ മണ്ണിട്ട കണ്ടോ, ഇതൊക്കെ നമ്മൾ മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പറമ്പിലോട്ടൊക്കെ പറമ്പിലൊക്കെ മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ, അത് മുറ്റത്തും ഒക്കെ നമ്മൾ നിരത്തി പറമ്പിലും ഒക്കെ നിരത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, അതാ റോഡിന്റെ സൈഡാട്ടോ, പുറകുവശമാണ്, റോഡിന്റെ സൈഡാണ്. പിന്നെ ഇത് ഞാൻ കാണിച്ചില്ലേ, വീടിന്റെ വടക്ക് സൈഡാണ്. പുഴയാണ് വടക്ക് സൈഡാണ് ഇത്. വീടിന്റെ വടക്ക് വശമാണ്. എന്റെ വീടിന്റെ 2 ഫ്രണ്ട് വശമാണ് കേട്ടോ. ഒന്ന് കിഴക്ക് വശവും ഒന്ന് വടക്ക് വശവും. കിഴക്ക് വശത്താണ് ഈ പറഞ്ഞ പുഴയിൽ നിന്ന് ഒരു ചെറിയ തോടകത്തേക്കുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ വള്ളവും കാര്യങ്ങളൊക്കെ കെട്ടിയിടുന്നതൊക്കെ. വള്ളമൊക്കെ ഉണ്ട്. കുട്ടനാട്ടുകാരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾ ബൈക്കും സൈക്കിളും ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഞങ്ങൾക്ക് ചെറുവള്ളങ്ങളിലാണ് ഞങ്ങളെ പെട്ടെന്നുള്ള കാര്യത്തിനൊക്കെ പോകുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ പുറകെ വന്നു. പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വലിയ കെട്ടുവള്ളം ഉണ്ടല്ലോ, നിങ്ങൾ ലോറിയൊക്കെ ഉപയോഗിക്കുന്നതിന്, ലോറി അതുപോലെ അങ്ങനെയുള്ള ഇതൊക്കെ വലിയ സാധനങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട്, ചരക്കുകളൊക്കെ ഇറക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതിന് പകരം ഞങ്ങൾ കെട്ടുവള്ളമാണ്, വലിയ വള്ളമാണ്. അപ്പം അതാണ് ഇതാ. പിന്നെ ഇത് കണ്ടില്ലേ, ആ പുഴയിൽ കൂടെ ഒക്കെ ചെറിയ ബോട്ടുകളൊക്കെ പോയതിന്റെ ഒഴുക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ വെള്ളത്തെ യമക്കായൊക്കെ വെച്ചിട്ട് ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടി. പണ്ടൊക്കെ തുഴഞ്ഞാ പൊക്കൊണ്ടിരുന്നത്. ഈ തുഴയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുഴഞ്ഞാ പൊക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കഴുക്കോലിന് ഊന്നിയാ പൊക്കൊണ്ടിരുന്നത്. കാലം മാറിയതനുസരിച്ച് ഇപ്പോൾ മോട്ടോർ വെച്ചുള്ള ഇത് യാത്രാ സൗകര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ യാത്രയും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വേറെ നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, വിശേഷങ്ങൾ കമന്റിലൂടെയൊക്കെ അറിയിക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നമൊക്കെ ആശംസിക്കുകയാണ് കേട്ടോ. എല്ലാവരും ചായ കുടിച്ചോ? എല്ലാവരും ചായ കുടിച്ച് വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് വന്ന് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം നിങ്ങളാണ് നമ്മുടെ എല്ലാം ശക്തിയും ബലവും ഒക്കെ. കാരണം ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. എനിക്കതാണ് നിങ്ങളോടുള്ള കൂടുതലും എനിക്ക് നിങ്ങളോടുള്ള ഒരു കടപ്പാടെന്ന് പറയുന്നത്. കാരണം നമ്മൾ ശരിക്കും പല സ്ഥലത്ത് കേരളത്തിന്റെയൊക്കെ വിവിധ ഭാഗങ്ങളിലെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഒക്കെയുള്ള ആൾക്കാർ പോലും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിലെ ഒരുപാട് സന്തോഷം. അതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. കാരണം നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുകയും നമ്മുടെ വീഡിയോ ഒക്കെ കാണുകയും ഫോട്ടോസൊക്കെ കാണുകയും
നല്ല ഫോട്ടോയ്ക്കൊക്കെ നല്ല നല്ല ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളൊക്കെ വളരെ സുഖമായി ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെയാണ് വീടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ വീട് ആലപ്പുഴയാണ് കേട്ടോ, കുട്ടനാടാണ്, വെളിയനാടാണ്. എൻ്റെ നാട് വെളിയനാടാണ്, ഗ്രാമപ്രദേശമാണ് കേട്ടോ. നല്ല പ്രകൃതി സൗന്ദര്യമുള്ള നല്ല കുട്ടനാടൻ ഗ്രാമപ്രദേശമാണ് എൻ്റെ നാട് കുട്ടനാട്. അതുപോലെ ആലപ്പുഴയൊക്കെ കണ്ടിട്ടില്ലാത്തവരൊക്കെ ആലപ്പുഴയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ടൂറിസം മേഖലയാണ് കേട്ടോ. എൻ്റെ വീടൊക്കെ എന്ന് പറയുന്നത് ഹൗസ് ബോട്ടും കാര്യങ്ങളും ഒക്കെ പോകുന്ന ടൂറിസം നിറഞ്ഞു നിൽക്കുന്ന മേഖലയാണ്. അതായത് ഹൗസ് ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്. ഹോം സ്റ്റേ എൻ്റെ വീടിനടുത്തൊക്കെ ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട്, റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഹോം സ്റ്റേയിലൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വീടിനോട് ചേർന്നൊക്കെയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അവിടെ നല്ല നാടൻ ഫുഡൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന വീട്ടിൽ കഴിക്കുന്ന അതേ ഫുഡൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു പ്രത്യേകത എൻ്റെ വീടിനടുത്തൊക്കെ ഉണ്ടത്. പിന്നെ എന്താണ് വേറെ ഇതെന്ന് പറഞ്ഞാൽ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഇവിടെ കുട്ടനാട്ടിൽ ചെയ്തുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ സീസൺ ആകുന്ന സമയത്ത് കക്ക വാരി അതിന്റെ ഇറച്ചിയൊക്കെ നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഇവിടെ വാരി നമുക്ക് കാണാൻ പറ്റും. അവർ ഇങ്ങനെ വാരി കോരി എടുത്തിട്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് കൊണ്ടുപോയിട്ട് ഇത് അടത്തിയെടുത്തിട്ട് ഇങ്ങനെ അത് പിന്നെ അത് വാഷ് ചെയ്ത് കറിയാക്കുന്നതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ മീൻ പിടിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. മീൻ പിടിക്കുന്ന കാണാൻ സാധിക്കും. മീൻപിടുത്തം തന്നെ പല രീതിയിലുണ്ട് കേട്ടോ. ചൂണ്ടയിടുന്നതുണ്ട്, വല വീശുന്നതുണ്ട്, പിന്നെ ഉടക്കുവല ഇടുന്നതുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ചുള്ള ചൂണ്ടയൊക്കെ വെറൈറ്റി ഒത്തിരി ചൂണ്ടകളുണ്ട്. പല റേഞ്ചിലുള്ള ചൂണ്ടകളുണ്ട്. അതായത് 10 രൂപ മുതൽ 10,000 കണക്കിന് രൂപ വിലയുള്ള ചൂണ്ടകൾ വരെ ഇവിടെ ഇപ്പം വാങ്ങാൻ കിട്ടും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ സ്പെഷ്യലിസ്റ്റ് ആയുള്ള ആൾക്കാരൊക്കെ വലിയ വലിയ കൂടിയ റേഞ്ചിലുള്ള ചൂണ്ടയൊക്കെ മേടിച്ചിട്ടാണ് ഇടുന്നത്. അതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ വാളയും അതുപോലെ എന്താണ് വലിയ 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 മീനൊക്കെ ഉണ്ടല്ലോ, ചേറുമീന്, വാള, അതുപോലെ എന്താണ് വരാല്, ഇതൊക്കെ കിട്ടും. അതൊക്കെയാണ്. പിന്നെ വാഗ എന്ന് പറഞ്ഞ മീനൊക്കെ ഉണ്ട്, വലിയ മീനൊക്കെ ഉണ്ട്, അതൊക്കെ കിട്ടും. പിന്നെ ചെറിയ ചൂണ്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ചെറിയ ചെറിയ മീനുകളും അങ്ങനെയൊക്കെ പല റേഞ്ചിലുള്ള ചൂണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഹൗസ് ബോട്ടൊക്കെ ആണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഫുഡ്. ഒരുപാട് പേര് എന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ്, ഇവിടെ കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കിട്ടും, തീർച്ചയായും. നല്ല നാടൻ ഫുഡ്, നല്ല അപ്പമൊക്കെ ഉണ്ടല്ലോ, നല്ല അമ്മച്ചിമാരൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാലപ്പവും താറാവിറച്ചിയൊക്കെ, അതൊക്കെ ഇവിടെ നമ്മുടെ കള്ളി ഷാപ്പിലൊക്കെ കിട്ടും. താറാവിറച്ചി ഇതൊക്കെ. പിന്നെ കരിമീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ട്, കരിമീൻ ഫ്രൈ ഉണ്ട്, വറുത്തതൊക്കെ ഉണ്ട്. പിന്നെ തലക്കറിയൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ സ്പെഷ്യലാട്ടോ. പല വലിയ വലിയ മീനിന്റെ തലക്കറി, അത് നല്ല കറിയൊക്കെ വെച്ച് നല്ല ഉടമ്പുളിയൊക്കെ ഇട്ട് നല്ല ചട്ടിക്കകത്തൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് നമുക്ക് കിട്ടും. അതിനൊക്കെ ഇവിടെ കള്ളി ഷാപ്പുകളും നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് അതിനു വേണ്ടി. പിന്നെ വരാല് വറ്റിച്ചത്, അങ്ങനെയൊക്കെ ഒരുപാട് കറികളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ വില ചോദിച്ച് ക്യാഷ് അനുസരിച്ചൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ റൂംസും കാര്യങ്ങളും അതുപോലൊക്കെ തന്നെ നമുക്ക് ചോദിച്ച് നമുക്ക് പല ഹോട്ടലുകളുണ്ട്, പല റേഞ്ചിലുള്ള ഹോട്ടലുകളുണ്ട്, 5 സ്റ്റാർ ഹോട്ടലുകൾ വരെയുണ്ട്. അപ്പൊ അവിടെയൊക്കെ വന്നിട്ട് നമ്മുടെ റേഞ്ച് അനുസരിച്ച് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് റൂം ബുക്ക് ചെയ്യുകയും താമസിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത, പിന്നെ ലൊക്കേഷൻ നല്ല ലൊക്കേഷനാണ്. ഇപ്പൊ ഈ ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും ഉണ്ടല്ലോ നല്ല ഫ്രെയിമാണ്. അതായത് നല്ല ക്യാമറ, നല്ല ഫ്രെയിം കിട്ടുന്ന സ്ഥലമാണ്. അതായത് നല്ല സിനിമയ്ക്കൊക്കെ ആണെങ്കിലും പാട്ട് സീനും അങ്ങനെയുള്ള സീരിയലുകൾ, ഇപ്പൊ എന്തോരം സീരിയലാണ് ഇവിടെ നമ്മുടെ കുട്ടനാട്ടിൽ ചെയ്യുന്നറിയോ. അതുപോലെ സിനിമ, ലോകത്തിലെ എല്ലാ ഭാഷയിലുള്ള സിനിമ ഇവിടെ ഉണ്ട്. അതായത് ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ, ഉറുദു, പിന്നെ ഏതൊക്കെ ഭാഷയുണ്ട്, ചൈനീസ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള സിനിമകളും ഒക്കെ ഇവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ മിക്കവാറും തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് കാണുന്നതാണ്. അപ്പം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം. നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെയുള്ള സിനിമയും കാര്യങ്ങളും ഒക്കെ ഒരു ലൊക്കേഷൻ ആക്കുന്നതിലൊക്കെ സന്തോഷമുണ്ട്. പിന്നെന്തുണ്ട്, വേറെ എന്തുണ്ട് വിശേഷം? അഹമ്മദ് വന്നിട്ടുണ്ട്. അഹമ്മദെ ഹായ്. ഭാസ്കരൻ വന്നിട്ടുണ്ട്. ഹായ് ഭാസ്കരൻ ഹായ്. ജോഷി, ഉമേഷ് ഹായ്. എല്ലാരോടും നന്ദി, സ്നേഹം, കടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തുണ്ട്, പിന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തൊക്കെ നമ്മുടെ ലൈഫിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ മാതാപിതാക്കൾ, എനിക്ക് അവരോടൊക്കെയാണ് എടുത്ത് കടപ്പാടുള്ളത്. ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോയൊക്കെ ഷെയർ ചെയ്ത്
സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീട്ടിലെ അമ്മച്ചി അച്ചാച്ചി കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ നിൽക്കുന്ന അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എന്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന സ്നേഹമുള്ള അമ്മച്ചിക്കും അച്ചാച്ചിക്കൊക്കെ 85 വയസ്സുണ്ടെങ്കിലും എൻ്റെ എല്ലാ കാര്യത്തിനും അന്നു മുതൽ ഇന്ന് വരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കും. അത്രയ്ക്ക് സ്നേഹമാണ് എന്നോട്. എനിക്കും അതുപോലെ തന്നെ അവരോട് അത്രയ്ക്ക് സ്നേഹമാണ്. അച്ചാച്ചിയോടും അമ്മച്ചിയോടും അവരെ ഒരു ദിവസം പോലും മിസ്സാക്കാൻ പറ്റില്ല. കാരണം ഞാൻ എവിടെ പോയാലും ഓടിയെത്താറാണ് നോക്കുന്നത്. അച്ചാച്ചി അമ്മയോടുള്ള എനിക്ക് കടപ്പാട് അത്രയ്ക്കുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എനിക്ക് അത്ര വലുതാണ്. അതുപോലെ എന്നെ ഒരു നിമിഷം കണ്ടില്ലെങ്കിൽ അവർക്ക് ആകെ സങ്കടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതായത് ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് അത്യാവശ്യത്തിന് പോയാൽ അമ്മച്ചി അച്ചാച്ചിയും ഭയങ്കര ഇതാണ്. ഞാൻ വരുന്നതും കാത്തിരിക്കും. അത്രയ്ക്ക് ഇതാണ്. കാരണം ഞാൻ ഒറ്റ മകനാണ്. ഒരു മകനേ ഉള്ളൂ. എനിക്ക് 2 സിസ്റ്റേഴ്സാണ്, സഹോദരിമാരാണ്. അപ്പോൾ അവരെ രണ്ടിനെയും കെട്ടിച്ചയച്ചാണ്. ഞാനാണ് ഇളയത്. അപ്പോൾ എന്നോടാണ് കൂടുതൽ അടുപ്പവും സ്നേഹവും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇളയ കുട്ടി എന്നുള്ള പുത്രൻ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് അറിയാമല്ലോ, നിങ്ങളുടെയൊക്കെ വീടുകളിലാണെങ്കിലും ഇളയ കുട്ടികളോട് ഒരു പ്രത്യേക വാത്സല്യവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് എന്നോടുള്ളത്. അപ്പോൾ എനിക്കും അത് തന്നെ. അവരോടെന്ന് പറഞ്ഞാൽ അവരെ മിസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ദുഃഖമാണ്. കാരണം ഞാൻ കഴിവതും ഓടിയെത്തും. പിന്നെ കൊച്ചുകുട്ടികളുടെ മനസ്സ് പോലെയാണ്. ഇപ്പം പറഞ്ഞില്ലേ 70 കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടികളെ പോലെയാണ്. അച്ചായനും അമ്മയ്ക്കൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചുകുട്ടികളെ പോലെയാണ്. ഞാൻ അതുപോലെയാണ് അവരെ കൊണ്ട് നടക്കുന്നത്, കെയർ ചെയ്യുന്നത്. അച്ചായനും അമ്മയൊക്കെ ഒരു കൊച്ചുകുട്ടിയെ, ഒരു 7 വയസ്സുള്ള കുട്ടിയെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നു അതുപോലെയാണ് ഞാനിപ്പോൾ അവരെയും കൊണ്ട് നടക്കുന്നത്. കാരണം അവരെന്താവശ്യപ്പെട്ടാലും ഞാൻ വാങ്ങിക്കൊടുക്കും. അവരിപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് എന്തെല്ലാം വേണമെന്ന് പറഞ്ഞാലും ഞാൻ അതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവരെ കൊണ്ട് ഞാൻ എല്ലാ രീതിയിലും അവർക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്ന എല്ലാ രീതിയിലുമൊക്കെ ഞാൻ സന്തോഷം കൊടുക്കാനായിട്ടൊക്കെ അച്ചായനും അമ്മയ്ക്കും സന്തോഷം കിട്ടുന്ന എന്താവശ്യം എന്നോട് പറഞ്ഞാലും ഞാനത് സാധിച്ചു കൊടുക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ആ ഒരു ആരോഗ്യ പ്രശ്നം കൊണ്ടൊക്കെ പിന്നെ ഇതുപോലെ ഡോക്ടറെ കാണാനൊക്കെ പോകുമ്പോൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ പോയി കുറച്ച് ചായയും കടികളും ഒക്കെ കുടിച്ച് ഫുഡും ഒക്കെ കഴിച്ച് എങ്ങനെ എൻജോയ് ചെയ്തൊക്കെ അങ്ങനെ. പിന്നെ ദേവ് വന്നിട്ടുണ്ട്, ഹായ് ദേവ്. പിന്നെ മാലിക് വന്നിട്ടുണ്ട്, ഹായ് മാലിക്, ദേവ്, ഉമേഷ്, ജോഷി, പിന്നെ അഹമ്മദ്, പിന്നെ ഭാസ്കരൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വന്നുകൊണ്ടേയിരിക്കുന്നു മെസ്സേജ് ഇങ്ങനെ കടകടാന്ന് ചാടി വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം എന്നെ ഇഷ്ടപ്പെടുന്നതിലൊക്കെ. അപ്പോൾ എൻ്റെ എല്ലാം കാര്യത്തിനും കൂടെ നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും മാത്രമേ ഉള്ളൂ. ഹരിഹരി വന്നിട്ടുണ്ട്, ഹരിഹരി. അപ്പോൾ ഹരിഹരിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദി. പിന്നെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാത്തിനും കൂടെ നിൽക്കുക. പിന്നെ എല്ലാ കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ഇന്ന് വീഡിയോയ്ക്ക് ലൈവ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ പണിക്കിടയ്ക്ക് ഞാൻ പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ അളവിൽ നമ്മൾ ലൈവ് ചെയ്യുകയാണ്. കാരണം ഇപ്പം സന്ധ്യയാവുന്നു, ഇരുട്ടാവുന്നു. അപ്പം നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ ഒരു ചെറിയ കുറവൊക്കെ ഉണ്ട്. ഞാനിപ്പം പറമ്പിലാണ് നിൽക്കുന്നത്. പറമ്പിൽ പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ, കണ്ടില്ലേ? അപ്പോൾ അവിടെ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്, കണ്ടില്ലേ? അതുകൊണ്ട് മണ്ണി നിരത്തുകയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പിന്നെന്തുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ? പിന്നെ ആരാണ്? വേണുഗോപാൽ വന്നിട്ടുണ്ട്. വേണുഗോപാൽ, ഹായ് വേണുഗോപാൽ. മലപ്പുറത്ത് നിന്ന് നമ്മുടെ വേണുഗോപാൽ വന്നിട്ടുണ്ട്. വേണുഗോപാൽ മലപ്പുറത്തായിരുന്ന സമയത്ത് എൻ്റെ കടയിലൊക്കെ സ്ഥിരമായിട്ട് വന്ന് ചായയും ഭക്ഷണവും ഒക്കെ കഴിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് നമ്മുടെ കടയോടും ഒക്കെ ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു കലാകാരനാണ്. പിന്നെ ഒരുപാട് മനുഷ്യ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ നമുക്കവിടെ ആയിരുന്ന സമയത്തൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മലപ്പുറം എന്ന് പറയുന്നത് അങ്ങനെയാണ്, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്. അപ്പോൾ ഞാനവിടെ 10-12 വർഷം അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്ന സമയത്തൊക്കെ എനിക്ക് അവിടെയുള്ള എല്ലാ ആൾക്കാരുമായിട്ടും നല്ലൊരു ബന്ധവും അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എന്നോടും അതുപോലെ തന്നെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കടയിലൊക്കെ വന്നിട്ടിരുന്ന് കുറേ സമയം, അതായത് ഒരു ചായ കുടിക്കാനോ കഴിക്കാനോ ഒക്കെ വന്നാലും നമ്മളോട് കുറേ സമയമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് വീട്ടിലേക്ക് ആവശ്യമായ പാഴ്സലും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകും. ഫുഡ് ആയിക്കോട്ടെ, കടികളൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ പാഴ്സലൊക്കെ കൊണ്ടുപോകും. അങ്ങനെയാണ്. പിന്നെ വേറെയൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പിന്നെ വേറെയൊക്കെ എന്താണ് പറയൂ. പിന്നെ നിങ്ങളുടെ
ഇത് ഞാൻ ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധ മാറുന്നത് അവിടെ പണിക്കാർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇതോ നമ്മളോട് സഹായം ആവശ്യപ്പെടുന്നതാണോ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിച്ച് നിൽക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എനിക്കതാണ് അറിയേണ്ടത്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ എല്ലാവരും നമ്മളുടെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ പറയാം. ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അവിടെ പണിയുടെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഇപ്പം തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.